കാണുന്ന കാലത്തെ കാര്യങ്ങൾ മാത്രമല്ല, പണ്ടുപോലെ തന്നെ. ഇപ്പോൾ വയലാറ് തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണ്ണമയൂരമല്ല എന്നുള്ളൊരു പാട്ട് എഴുതിയില്ല. വയലാർ പഴയ കാലത്തെ കവിയാണെന്നറിയാം. വയലാർ ഗംഭീരനായ കവിയായിരുന്നു. പക്ഷെ ചന്ദ്രന്റെ കാലുകുത്തി 68 മനുഷ്യൻ കാലുകുത്തിയ പുള്ളി താഴ്ന്നു ഇത് വയ്യ നോക്കുന്നത്. പുള്ളി എഴുതിയ വരികളാണ്: തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണ്ണമയൂരമല്ല എന്നൊക്കെ എഴുതി. സിനിമ ഈശ്വരൻ കൂടി പാട്ടാണ്. പുള്ളി അങ്ങനെ എഴുതിയെങ്കിലും ഒരു 10 വർഷം കഴിഞ്ഞ് പുള്ളി തന്നെ നിൽപ്പു ഗന്ധർവ പൗർണമി എന്ന് പറഞ്ഞ് പിന്നെ എഴുതി. വസുമതി ഋതുമതി എന്നൊരു ഗംഭീര പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ആത്മഹത്യ തിരിച്ചു വന്ന ആ പാട്ട് കേട്ടിട്ടാ. ആലോപ്പുഴയുടെ തീർത്ത് ചാരായം കുടിച്ചിട്ട് വാച്ച കഴിച്ച് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് ചാടിച്ചാവാൻ തീരുമാനിക്കുമ്പോൾ ഈ 12 മണി സമയത്ത് യേശുദാസിന്റെ പാട്ട് ആരുടെയും പഴയ ടേപ്പ് കേട്ടാ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അത് ഈ പാട്ടായിരുന്നു. സ്വർണ്ണ രുദ്രാക്ഷം ചാർത്തി ഒരു സ്വപ്നാടകയെ പോലെ നിന്റെ പർണശാലയ്ക്കരികിൽ നിൽപ്പൂ ശൃംഗാര പൗർണമി, ഈ ഗാനം മറക്കുമോ, ഇതിന്റെ സൗരഭം നിലയ്ക്കുമോ. ഞാൻ നോക്കുമ്പോൾ പൂർണ്ണേന്ദ്രനുള്ള രാത്രിയാണ്. ഭയങ്കര വലിയ ചന്ദ്രൻ, മുഴുത്ത ചന്ദ്രൻ. അതിൻ്റെ അകത്ത് ആ പാട്, അതുവരെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ കലമാനം മൊഴിക്കുട്ടിയൊക്കെയാണ് ആ പാടിനെ പറ്റിയുള്ള സങ്കല്പം. അത് നമുക്ക് അന്ന് അറിയാം. നീലാംസ്ട്രോങ് വെട്ടിനാടിനോടൊക്കെ ഇറങ്ങിയ സ്ഥലമാണ് നമുക്ക് അന്നും അറിയാലോ. ഇതുപോലത്തെ ഒരു പാറക്കഷ്ണമാണെന്ന് ഒരു ഉരുണ്ട പാറക്കല്ല് മാത്രം നമുക്കറിയാം. പക്ഷെ അത് അപ്പം നോക്കുമ്പോൾ എനിക്ക് അത് അമ്മയുടെ ഗർഭപാത്രമാണെന്നും അമ്മയുടെ ഗർഭപാത്രത്തെ സ്കാൻ ചെയ്ത റിസൾട്ടാണ് ഫ്രണ്ടിൽ തല കീഴായിട്ട് കുഞ്ഞിന്റെ പാടാണ് ആ കാണുന്ന പാടുന്ന എനിക്ക് തോന്നുന്നത്. അത് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്റെ നിഴലാണ് ചന്ദ്രനെ കാണുന്ന ആ പാട് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. തല കീഴായിട്ട് കൊച്ചിനെ കാണാൻ പറ്റണം. അത് എഴുതി വെക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനൊന്ന് ആത്മഹത്യ നിശ്ചയിച്ചു പോകുന്നത്. അത് എവിടെയെങ്കിലും എഴുതി വെക്കണം. ഇത് ആരും പറയാത്ത സാധനമാണ്. ലീലാതിരിച്ചതിന്റെ സൗന്ദര്യശീലയുടെ പഠനത്തിൽ അത് പ്രത്യേകം പറഞ്ഞത്. ഇത് ഷേക്സ്പിയറിനൊന്നും സാധിക്കുന്ന ഇമേജ് അല്ല. നമ്മുടെ ഒരു സുഭാഷ് ചന്ദ്രനാണ് സാധിച്ചത്. പൊങ്ങച്ചൻ പറഞ്ഞല്ല കേട്ടോ. സന്തോഷം തോന്നിയിരിക്കാന്ന് ഞാനത് ചാവാതെ വന്നേ. നമുക്കറിയായിരുന്നു ഒന്നും. ചന്ദ്രൻ, നീലാംസ്ട്രോങ്, എഡിനാഗരും മൈക്കിൾ കോളിൻസ് കാണാപ്പാടം പഠിച്ചത് നമ്മൾ. ഇപ്പോഴും നമ്മുടെ വണ്ടി അവിടെ കിടക്കണം നമുക്കറിയാം. മോദി അയച്ചിട്ട് വണ്ടി അവിടെ കിടപ്പില്ലേ? നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. എന്നാലും രാത്രി അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ പുറവറയ്ക്കും. നിലാവ് കാണുമ്പോൾ സൈകിടും അല്ലേ? രാത്രി നിലാവത്തൊക്കെ ഇരിക്കുമ്പോൾ ഓരയുടെ മുകളിലൊക്കെ തിളങ്ങണ നിലാവിന്റെ തരികൾ കാണുമ്പോൾ നമുക്ക് ഭ്രാന്താവും. നമുക്കറിയാം അത് വെറുതെ സൂര്യനെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതൊരിക്കലും നിലയ്ക്കില്ല. നമുക്കിതൊക്കെ അറിയാം. പൂവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്നത് നമുക്കറിയാം. സൗന്ദര്യാനുഭവമുള്ള എല്ലാത്തിനും സയൻസ് നമുക്ക് അറിയാലോ. നമുക്ക് അറിഞ്ഞൂടാഞ്ഞിട്ടല്ല, അത് പണ്ടും അറിയാലോ. പക്ഷെ ആ സമയത്ത് നമുക്കത് വേറെ ഓടക്കുഴല്, അതൊക്കെ നമ്മുടെ ഇന്ത്യ ഒരു ദൈവത്തിന്റെ കയ്യിൽ ഓടക്കുഴൽ പിടിപ്പിച്ചെന്നുള്ള ഇന്ത്യയുടെ വലിയൊരു മഹത്താണ്. ഒരു ചെറിയൊരു ഓടത്തണ്ടില് വണ്ടുകൾ വീണ തുളയിക്കടെ കാറ്റടിച്ചപ്പോഴാണ് ഈ ശബ്ദം കേട്ടത്. ഉണ്ടാക്കിയതെന്നല്ല, ഒരു പ്രത്യേക ആംഗിളില് വണ്ട് തുളച്ചിരിക്കടെ കാറ്റ് പ്രത്യേക ആംഗിളിൽ അടിച്ചപ്പോൾ ഈ നാദം കേട്ടിട്ടാണ് പിന്നെ അത് ഊതി നോക്കിയത്. പിന്നെ അതിന്റെ ക്രമീകരിച്ചിട്ട് 7 സ്വരങ്ങൾ അതിനെ ഇഷ്ടപ്പെട്ടത്. ഏത് വലിയ റിതം കമ്പോസറേക്കാളും സിന്തസൈസർ എന്നൊക്കെ പറഞ്ഞ ഉപകരണത്തെക്കാളും ഗംഭീരമല്ലേ ആ ഓടക്കുഴലുള്ള സാധനം. ഇത് വന്നതുകൊണ്ട് അതിന്റെ മൂല്യം കുറേയല്ല കൂടുകയല്ല ചെയ്ത്. ഇപ്പൊ ഏകയും വന്ന് എല്ലാം കീഴടക്കിയാലും ഒറ്റയ്ക്കിരുന്ന് നല്ലൊരു പാട്ട് പാടുന്ന ആളുടെ സൗന്ദര്യം കൂടുകയല്ല ചെയ്യും. ഇരട്ടിയാവാ ചെയ്യാം ഒന്ന് ലോകം മുഴുവനും. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേഴ്സസ് ഹ്യൂമൻ അബ്സൈഡിറ്റി അല്ലെങ്കിൽ സ്റ്റുപ്പിഡിറ്റി ആണ് ലോകം. ഈ ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റിന്ന് മാത്രമേ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുള്ളൂ, ഇന്റലിജൻസിനല്ല. അതുകൊണ്ടാണ് കാളിദാസൻ ഇരുന്ന കൊമ്പ് മുറിച്ചാടാണെന്നുള്ള കഥയുള്ളത്. കൊടുങ്ങല്ലൂർ പെൺകുട്ടങ്ങളുടെ 48 വയസ്സിൽ മരിച്ചപ്പോൾ അയാളുടെ അമ്മ പറഞ്ഞു അത്ര അവന് ദൈവം ബുദ്ധിയും കൊടുത്തില്ല, ഇപ്പോഴേ ആയുസും ഇല്ലാത്ത. കാരണം കൊടുങ്ങല്ലൂർ പോയത് എല്ലാവരും വലിയ കിടിലന്മാരായിരുന്നു. അവിടുത്തെ ഏറ്റവും പൊട്ടനായിരുന്നു ഈ മഹാഭാരത
മഹാഭാരതം 1,25,000 ശ്ലോകങ്ങൾ ഒറ്റ വായന തർജ്ജമ ചെയ്താണ് കൊടുക്കും കിട്ടുന്നുണ്ട് 3 വർഷം കൊണ്ട് 2.5 വർഷം കൊണ്ട്. അയാൾ 40 വയസ്സിന് മരിച്ചു. അയാളുടെ അമ്മ ജീവിച്ചിട്ടുണ്ട്. കുഞ്ഞുകുട്ടൻ മരിച്ചിരുന്ന പുള്ളിയുടെ അമ്മയുടെ ആത്മകഥ. അവന് ബുദ്ധിയും കൊടുത്തില്ല, അതേ ആയുസ്സും ഇല്ലല്ലോ, കഷ്ടം. അയാളെ പറ്റുന്ന കഥ ഇതുപോലെയാണ്, കുട്ടിക്കാലത്ത് വിഡ്ഢിയായിട്ടുള്ള കഥയാണ്. ഈ നമ്മുടെ ക്രിയേറ്റീവ് താനൊരു സ്റ്റുപ്പിഡിറ്റി എലമെന്റ്. ഇപ്പൊ ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി എന്ന് വള്ളത്തോടൊരു കവിതയിൽ വായിക്കും. വള്ളത്തോട് ഭയങ്കര അറിവുള്ള ആളെ. കണ്ണുകൊണ്ടല്ലേ നോക്കാൻ പറ്റുള്ളൂ. കണ്ണുകൊണ്ട് നോക്കിയെന്നോട് പറ്റില്ലേ, നോക്കിന്ന് വേണ്ട. അവിടെ ബ്രൂട്ടസ്, മറ്റേ ജൂലിയസ് സീസറില് ബ്രൂട്ടസിന്റെ കുത്ത് ആന്റണി പ്രത്യേകം പറയുന്നത് ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ എന്നാണ്. ഏറ്റവും ദയാരഹിതമായിട്ടുള്ള കുത്തെന്നാണ്. അത് മോസ്റ്റ് എന്ന് ചേർത്താൽ പിന്നെ അൺകൈൻഡസ്റ്റ് എന്ന് വേണ്ട. നമുക്ക് ഗ്രാമറിലെ പ്രാഥമിക പാടാണ് അല്ലേ. ഈ ST പിന്നെ ചേർക്കണ്ട, മോസ്റ്റ് ഫ്രണ്ട് ചേർത്താൽ പിന്നെ ഇവിടെ അൺകൈൻഡ് മതി. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അറിയാത്ത ആളൊന്നുമല്ല, ഇംഗ്ലീഷ് ഭാഷയുടെ പിതാക്കന്മാരുടെ കഥ. ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ എന്നാണ് അയാൾ എഴുതിയിട്ടുള്ളത്. അത് എയിലേക്ക് ഇട്ടുകൊടുത്ത തെറ്റാണെന്ന് പറയും. വിദ്യറ്റാണെന്ന് ജ്വലിച്ച കണ്ണുകൊണ്ട് നോക്കി കമ്പ്യൂട്ടർ തിരുത്തും. നോക്കിന്ന് വേണ്ട, കണ്ണുകൊണ്ട് നോക്കും വേണ്ട. 3 തെറ്റുണ്ടാവും. അൺകൈൻഡസ്റ്റ് കട്ടോ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ടോ തിരുത്തും കമ്പ്യൂട്ടർ. അത് തെറ്റാണ് ഇംഗ്ലീഷ് ഭാഷ. അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ കവിയിൽ ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റിയുടെ ഒരു ഭംഗിയുള്ള വശം കിടപ്പുണ്ട്. ചന്ദ്രനെ കാണുമ്പോൾ എന്ത് നിലാവ് എന്ന് പറയുന്ന സ്റ്റുപ്പിഡിറ്റി ആണല്ലോ. നിലാവ് എന്ന് പറയുന്ന സ്റ്റുപ്പിഡിറ്റി അല്ലേ, അത് തെക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ ആ സ്റ്റുപ്പിഡിറ്റിയാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയത്. ആ സ്റ്റുപ്പിഡിറ്റിയാണ് മനുഷ്യ ജീവിതത്തിൽ ഇത്രയും ഭംഗിയുള്ളതാക്കിയത്. ഒരു മഹത്തായ സാഹിത്യ സൃഷ്ടിക്ക് എപ്പോഴും ശക്തമായ ആലങ്കാരിക ഭാഷകൾ ആവശ്യമുണ്ട്. അതായത് നമുക്ക് ലളിതമായ ഭാഷയിൽ അതിപ്പോൾ വാക്കുകളുടെ ആഡംബരമാണോ അതോ എഴുത്തിന്റെ ഉള്ളടക്കത്തിലെ ആഴം, സത്യസന്ധത, ഇതൊക്കെയാണ് ഏതാണ് ഒരു മഹത്തായ സാഹിത്യ സൃഷ്ടി നിർണ്ണയിക്കുന്ന ഒരു കാര്യം? നല്ല ചോദ്യമാണ്. അത് ബഷീറിനെ വായിക്കുമ്പോൾ ഉത്തരം കിട്ടും. ബഷീർ ഭാഷാ പണ്ഡിതനൊന്നും എഴുതില്ല. സന്ധ്യ എന്നുള്ളിൽ എന്ത് ഇന്ത്യയാണെന്ന് ചോദിക്കുന്ന ബഷീറിന്റെ മകൻ എന്നോട് എപ്പോഴും ചോദിക്കും. അനീസ് ബഷീർ ഞങ്ങളൊപ്പം ജോലി ചെയ്തു. സന്ധ്യ എന്ന് ടാറ്റാന്ന് അവർ വിളിച്ചത് അച്ഛനും. ടാറ്റ എപ്പോ സന്ധ്യ എന്ന് എഴുതിയാൽ എന്നെ വിളിച്ചാൽ അനീസ് സന്ധ്യയുടെ എന്ത് ചോദിക്കും. ആ പുള്ളിക്ക് അറിയില്ല. പക്ഷേ അതൊരു സാധ്യത മാത്രമാണ്. ലളിതമായ ഭാഷയിൽ മഹത്തായ സാഹിത്യം എഴുതണമെങ്കിൽ അത്രയും മഹത്തായ ഉള്ളടക്കം വേണം. അതുകൊണ്ട് ലളിതമായതെല്ലാം മഹത്തായതെന്ന് പറയാൻ പറ്റാത്തതുപോലെ ആലങ്കാരികമായിട്ടുള്ള ഭംഗി ചേർത്തുള്ള ഭാഷ കൊണ്ട് എഴുതെല്ലാം മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് കാളിദാസൻ. കാളിദാസാണ് ഏറ്റവും കൂടുതൽ ഉപമ കാളിദാസസ്യ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉപമകളൊക്കെ ഉപയോഗിച്ച് കാളിദാസനാണ്. മഹത്തായ കവിതയാണ്. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ദാറ്റ് ഡിപ്പെൻസ്. അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. ബഷീർ ലളിതമായിട്ടല്ല എഴുതിയായിരുന്നു. എൻ്റെ ലളിതം പിടിച്ചത് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് മഹത്താണെന്ന് പറഞ്ഞൊന്നുമില്ല. അവിടെ എവിടെയും കൊള്ളണം, എവിടെയും കൊള്ളണം. ഇപ്പോ ദീപശിഖ കാളിദാസസ്യ എന്ന് പറയും. അതായത് ഏതൊരു മധുമതിയോ മറ്റോ ഒരു കൊട്ടാരത്തില് 2 വശത്തും രാജകുമാരന്മാർ ഇരിക്കുകയാണ്. അവരുടെ ഇടയിലൂടെ രാജകുമാരി വർണ്ണമാലിയുമായിട്ട് നടക്കണം. സ്വയംവരാണ്. ഇഷ്ടമുള്ള ആളുടെ മേത്ത് കഴുത്തിലിട്ടാൽ അത് ഭർത്താവാണ്. അപ്പൊ അങ്ങനെ ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ അടുത്തടുത്ത് വരുമ്പോൾ ഈ രാജകുമാരന്മാരെ എന്നെ ഇട്ടേക്കും എന്നുള്ള പ്രതീക്ഷയിൽ പ്ലസന്റ് ആയിട്ടിരിക്കും. ഇടാണ്ടാകുമ്പോൾ കരണ്ട് പോയതുപോലെ ഇതാവും. അപ്പൊ ഇവിടെ കടന്നു പോകുന്ന വഴിക്ക് ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ആളുകളുടെ മുഖം ഇവിടെ ഇങ്ങനെ കുമ്പുകയും ചെയ്യാനാണ്. വെളിച്ചം വന്നിട്ട് വെളിച്ചമൊന്നുമില്ല ഇവിടെ കേട്ടോ, പകലാണ്. ഇപ്പൊ കാളിദാസൻ പറയണം ഇവിടെ ദീപശിഖയുമായിട്ട് നടന്നു പോകുന്നത് പോലെ എന്നാണ് പറയുന്നത്. അതായത് അവിടെ പന്തവുമായിട്ട് നടന്നു പോയാൽ അവിടെ അടുത്തെത്തുമ്പോൾ ഈ മുഖങ്ങൾ പ്രകാശിക്കില്ലേ, പന്താകുമ്പോൾ ഈ മുഖം വെള്ളിക്കെടുകയും ചെയ്യും. അത് സങ്കല്പിക്കുന്ന ഒരു ഭാവനയുണ്ടല്ലോ.
ബോർഗസ് എന്ന് പറഞ്ഞ ആളാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാള്, ജോർജ് ലൂയി ബോർഗസ്. അദ്ദേഹം കാളിദാസന്റെ കുമാരസംഭവത്തിലെ ഒരു അലങ്കാരം എടുത്തു പറയുന്നത് തന്റെ പ്രസംഗത്തിൽ എന്നെ സ്വാധീനിച്ച ലോകത്തു നിന്നുള്ള പല കവിതകളുടെയും ചില എസെൻഷ്യൽ കാര്യങ്ങൾ പുള്ളി പറഞ്ഞ പ്രസംഗമുണ്ട്. അത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ളൊരു ഭാഷ, കവിയുടെ പേര് മറന്നുപോയി, കവിയുടെ പുസ്തകത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷെ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലൗകികനാഥനായിട്ടുള്ള ഒരു ദൈവം, ശിവനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. കുമാരസംഭവത്തിലോ അല്ല, മറ്റേ അതിനകത്ത് തന്നെ മേഘദൂതത്തിലെയാണ്. അപ്പോൾ മേഘത്തിന് വഴി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കാളിദാസന്റെ ഒരു കൽപ്പനയെ പറ്റി ബോർഗസ് എഴുതിയ കേട്ടോ, ജോർജ് ലൂയി ബോർഗസ്. അദ്ദേഹം അന്ധനായിരുന്നു അറിയാമോ? ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണുപോയി ബോർഗസിന്. പിന്നെ കേട്ടൻ ബ്രെയിലി വെച്ചിട്ടാണ് വായിച്ചത്. ഈ അന്ധൻ കാണുന്ന വിഷയങ്ങൾ മനസ്സിലാക്കണേ. അപ്പോൾ അങ്ങനെ ഒരു കവി എഴുതിയിരിക്കുന്നു, അവിടുത്തെ ഒരു ദൈവം, ഒരു വലിയ ദൈവം ഹിമാലയത്തിൽ മഞ്ഞ് ഒരുങ്ങി കിടക്കുന്ന ഹിമാലയം, മഞ്ഞ് പർവ്വതങ്ങൾ ഹിമാലയത്തിലാണ് താമസിക്കുന്നത്. കൈലാസം എന്ന് പറഞ്ഞൊരു കൊടുമുടിയാണ് അദ്ദേഹത്തിന്റെ ആവാസം. ബോർഗസിനെ പറ്റി അറിഞ്ഞൂടാ. അദ്ദേഹം ഓർത്തു വരുന്ന സാധനം എന്താ വെച്ചാല്, മഞ്ഞ് ഉറഞ്ഞു കിടക്കുന്ന വെളുത്ത പർവ്വത തരംഗങ്ങളുടെ സാധനം കണ്ടിട്ട് അവിടുത്തെ കവി പറഞ്ഞിരിക്കുന്നു, ഈ ദൈവത്തിന്റെ അട്ടഹാസം ഉറഞ്ഞു കട്ടിയായതുപോലെയാണെന്ന് എഴുതിയിരിക്കുന്നു. അട്ടഹാസം അത് ഉറഞ്ഞ മഞ്ഞാണ്, വെളുത്ത എന്താവും. ഒരു ദൈവത്തിന്റെ അട്ടഹാസം, ആ ശബ്ദം ഉറഞ്ഞാല് എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെയാണ് ഈ ഹിമാലയ പർവ്വതം കിടക്കുന്നതെന്ന് ഇന്ത്യയിൽ ഒരു കവി എഴുതി. ഞാൻ എഴുതിയിട്ട് നമസ്കരിച്ചു എന്നാണ് ബോർഗസ് എഴുതിയിട്ടുള്ളത്. ലളിതമായ ഭാഷയൊന്നുമല്ല അത്. മനുഷ്യന് അന്ന് വിമാനമോ ഹെലികോപ്റ്ററൊന്നും ഇല്ല കാളിദാസന്റെ കാലത്ത്. ഇൻസാറ്റ് 1B എന്നുള്ള ഇന്ത്യയുടെ പിക്ചറൊന്നുമില്ല. ഹിമാലയത്തിന്റെ മുകളിലേക്ക് ഒരിക്കലും കാളിദാസൻ കയറിയിട്ടില്ല. മഞ്ഞണിഞ്ഞ മലകൾ മുകളിൽ നിന്ന് ഇയാൾ കണ്ടിട്ടേ ഇല്ല. ഒരു ഫോട്ടോഗ്രാഫോ ഒരു പെയിന്റിങ്ങോ ഒന്നും നിലവിലില്ല. എന്നിട്ട് അയാൾ മണ്ണിലിരുന്ന് എഴുതിയേക്കാണ്, പരമശിവന്റെ അട്ടഹാസം ഉറഞ്ഞ് കട്ടിയായതുപോലെ ഹിമവൽ പർവ്വത ഇത് കാണപ്പെട്ടു എന്ന് എഴുതിയിരിക്കുകയാണ്. അത് ഭയങ്കരല്ലേ. അതിനെ നമുക്ക് നമസ്കരിക്കില്ല. ലളിതമായ ഭാഷയോട് എഴുതുന്ന പോലെ തന്നെ അതിനെ നമുക്ക് നമസ്കരിക്കില്ല. മനുഷ്യന് സാധ്യമായ പരമാവധി സംഗതി കഴിഞ്ഞാൽ അപ്പൊ അതിനെ നമുക്ക് അത് നല്ലത് ചീത്ത നല്ലതെന്ന് പറയാൻ പറ്റില്ല. ആദിവാസിയായിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ കാണുമ്പോൾ ഹായ് എന്ത് ഭംഗി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഐശ്വര്യമായി കാണുമ്പോഴുള്ള ഹായ്. രണ്ടും നല്ലതാണ്. ഒന്നും ചീത്തയൊന്നുമല്ല. താരതമ്യം ചെയ്തിട്ട് ഇതാണ് വേണ്ടതെന്ന് നിർബന്ധിക്കാനും പറ്റില്ല. എല്ലാം വ്യത്യസ്തതകളാണ് ഭംഗി. സർഗാത്മകതയുടെ ഉറവിടത്തിനെ കുറിച്ച്, അതായത് ഇപ്പം ഒരു എഴുത്തുകാരൻ കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു സംഗീതജ്ഞൻ അദ്ദേഹത്തിന്റെ സംഗീതം ഉണ്ടാക്കുമ്പോഴോ അവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് സർഗാത്മകതയാണ്. അപ്പൊ ഈ സർഗാത്മകതയുടെ ഉറവിടത്തിനെ കുറിച്ച് സാറ് തന്നെ ഇപ്പോൾ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, മരണത്തെ അതിജീവിച്ച് ആ ഒരു കൊതി ഉള്ളിലുണ്ട്, അതിൽ നിന്നാണ് ഈ സർഗാത്മകതയുടെ ഒരു ഇതുണ്ടാകുന്നത്. അത് എങ്ങനെയാണ് സാർ ഒന്ന് വിശദീകരിക്കാമോ? അതാണോ ഈ സർഗാത്മകതയുടെ ഉറവിടത്തിൽ ഒരു ഊട്ടിലുള്ള ഒരു സമയം? മരിച്ചു പോവാതിരിക്കുന്നതിനൊരു പ്രാർത്ഥനയാണ് പ്രധാനമായിട്ട്. നമ്മൾ ചത്തുപോകുന്നുള്ള അറിവുള്ളത് മനുഷ്യന് മാത്രമാണ്. മർത്യൻ എന്ന് പറയുന്ന പര്യായവാദം മനുഷ്യരാണ്. മൃത്യുള്ളവൻ ആണ് മർത്യൻ സംസ്കൃതത്തിൽ. പക്ഷെ പൂച്ചയും മർത്യനാണല്ലോ. അങ്ങനെയാണ് മൃത്യുണ്ടല്ലോ പൂച്ചയ്ക്ക്, എലിക്കും കരടിക്കൊക്കെ മൃത്യു ഉണ്ടാക്കുക മർത്യൻ തന്നെ. പക്ഷെ അതിനൊന്നും മർത്യൻ നമ്മൾ വിളിക്കുന്നില്ല. അതിന്റെ കാര്യം നമുക്ക് മാത്രം മൃത്യു ഉണ്ടെന്ന് അറിയാവുന്നത്. അത് മൃത്യു ഉള്ളവനല്ല മർത്യൻ, മൃത്യു ഉണ്ടെന്ന് അറിയാവുന്നവൻ ആണ് മർത്യൻ. അതിന്റെ ചത്തുവെന്ന് ഉറപ്പാണ് നമ്മൾ. അതിനെപ്പറ്റി ഓർത്തു തുടങ്ങിയാൽ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കേണ്ടി പോകാൻ പറ്റില്ല. ബാക്കി എല്ലാ ജീവികളും സന്തതികളെ ഉണ്ടാക്കിക്കൊണ്ടാണ് അതിനെ അതിജീവിക്കുന്നത്. ഭൂമിയിലെ മറ്റെല്ലാ ജീവികളും സ്വന്തം സന്തതികളെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ മരണത്തെ അതിജീവിക്കുന്നത്. അതായത് എന്നെപ്പോലെ റെപ്ലിക്കേറ്റ് ഒന്നിനെ കാണുമ്പോൾ സന്തോഷം, ഇപ്പം ഞാൻ തന്നെ കുഴപ്പമില്ലാത്ത തോന്നും. ഇങ്ങനെ ആലോചിക്കുന്നതല്ല, അതിനത് പ്രകൃതിയുടെ ബോധമായിട്ടായിരുന്നു. പക്ഷെ മനുഷ്യനറിയാൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് മക്കൾ നമ്മൾ നോക്കില്ല എന്നൊരു മനുഷ്യന് മാത്രമേ അറിയാവുള്ളൂ. ഇതുകൊണ്ട് ചിലപ്പോൾ അവൻ തന്നെ നമ്മൾ തല്ലിക്കൊല്ലും എന്നറിയാം. മറ്റു ജന്തുക്കളിലൊന്നും അങ്ങനെയില്ല. അപ്പൊ അതിൻ്റെ അപ്പുറത്തേക്കുള്ള സൃഷ്ടി നമുക്കിവിടെ ഉണ്ടാക്കി വെക്കണം എന്നൊരു തോന്നല് ബുദ്ധിയുള്ള മനുഷ്യനുണ്ടാവും. എന്നെ ഓർക്കണം എന്നത്. ഒരു സുന്ദരിയെ കാണുമ്പോൾ ഈ സുന്ദരി നാളെ ചത്തുപോകുന്ന ഈ മനുഷ്യനറിയാം, കലാകാരനെ മനുഷ്യനറിയാം.
അപ്പൊ അവളുടെ കെറിവുകൾ, അവളുടെ ഭംഗി അനശ്വരമായിട്ട് വേണമെന്ന് അയാൾ കരിങ്കല്ലിൽ കൊത്താന്ന് പറഞ്ഞു. ഈ കരിങ്കല്ല് പോവില്ലല്ലോ, 8 നൂറ്റാണ്ട് കഴിഞ്ഞാൽ ഈ കരിങ്കല്ല് പോവില്ല, ഇവിടെ പോകും. അപ്പൊ അതിനെ ഇവിടെങ്കിലും ഉറപ്പിച്ചു വെക്കാം എന്ന് തോന്നുന്നു. അക്ഷരം കയ്യിലുള്ളവന് അക്ഷരത്തിൽ ഗംഭീരമായി കവിതയായിട്ട് വെക്കാൻ ശ്രമിക്കും. കാരണം അവൾ പോയാലും ഈ എൻ്റെ അക്ഷരം ഇരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇത് അവളെ പറ്റി മാത്രം ഞാൻ പറയല്ല, എന്തും സൗന്ദര്യാനുഭവത്തെ പറ്റി പറയാം. ഒരു പൂവിന്റെ ഭംഗി അല്ലെങ്കിൽ അങ്ങനെ സൗന്ദര്യമുള്ള എന്തും അതിനെ അനശ്വരമാക്കാനുള്ള ഒരു കൊതിയെന്നാണ് സർഗാത്മകം ഉണ്ടാക്കുന്നത്. നമുക്കറിയത് പോകുന്നറിയാം, ഏറ്റവും കുറഞ്ഞ അത് പോയില്ലെങ്കിൽ ഞാൻ പോകുന്നറിയാം. ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയാം. ഇപ്പൊ അതവിടെ നിൽക്കും, ഹിമാലയ അവിടെ നിൽക്കും എന്നറിയാം, പക്ഷെ ഞാൻ ചത്തുപോകും. രാത്രി ഹിമാലയത്തിന്റെ മുകളിൽ കണ്ട നിലാവ് ഒരു വർഷം ലോകാവസാനം വരെ ഉണ്ടോ നമുക്കറിയാം, പക്ഷെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും നമുക്കറിയാം. അപ്പൊ ഞാൻ കണ്ട നിലാവിനെ അനശ്വരാക്കാൻ തോന്നുന്ന നമ്മളുണ്ടാവും. ഞാൻ തിരിച്ച് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതിനൊരു എക്കാലത്തേക്കുമായിട്ടൊക്കെ എടുത്തു വയ്ക്കാനുള്ള കൊതിയാണ്. അത് മരണം തന്നെ നമ്മളുണ്ടാകും, ചത്തുപോകുന്നുള്ള പേടിയാണ്. മറ്റെല്ലാ ചിന്തകളും റെപ്ലിക്കുകൾ ഉണ്ടാക്കിയിട്ട് സൃഷ്ടി എന്ന് പറയുമ്പോൾ മനുഷ്യന് മാത്രം കലാസൃഷ്ടിയും കൂടി സൃഷ്ടി എന്നാ പറയാം. സൃഷ്ടാവെന്നുള്ള വാക്ക് മനുഷ്യന് മാത്രം ക്രിയേറ്റിവിറ്റി കൂടി ചേർത്താറ്. സ്വന്തം സന്തതി ഉത്പാദിപ്പിക്കുന്ന നമ്മൾ വലിയ സൃഷ്ടാവെന്ന് പറയുന്നില്ല അല്ലേ. കുമാരചേട്ടന് 8 മക്കളാണ്, വലിയ സൃഷ്ടാവാണെന്ന് നമ്മൾ പറയാറില്ല. പക്ഷെ കുമാരചേട്ടൻ പാട്ടുപാടി ഒരു ചെറിയ പ്രതിമ ഉണ്ടാക്കിയാൽ അത് ഷെയറാട്ടെന്ന് പറയും. അതിന് നമ്മൾ ബഹുമാനിക്കും. ഈ കേവല ശരീരത്തിൽ നിന്ന് എല്ലാ ജന്തുവിനും പറ്റുന്ന സംഗതിയാണെങ്കിൽ ഏത് പട്ടിക്കും പറ്റുമോ സന്തതി ഉണ്ടാക്കാൻ. പക്ഷെ മനുഷ്യന് മാത്രമാണ് അതല്ലാണ്ടുള്ള സൃഷ്ടികൾ, അതർ ദാൻ ഈ റെപ്ലിക്ക നിർമ്മാണത്തിന് അപ്പുറത്തേക്കുള്ള സംഗതി മനുഷ്യന് മാത്രമേ സാധിക്കൂ. അതിന് കാരണം മരണമാണ്, ചത്തുപോകുന്നുള്ള പേടിയാണ്. ഇതുപോലെ മറ്റെല്ലാ ജീവികളും സന്തതികൾ ഉണ്ടാക്കുന്നത് ചാവലിനെതിരെയുള്ള പ്രതിരോധമല്ലേ, തുടർച്ച ഉണ്ടാക്കാണല്ലോ, കണക്ഷൻ ഉണ്ടാക്കാണ്, നമ്മുടെ ചെയിൻ തുറന്നു പോകാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ അതുകൊണ്ട് മക്കളില്ലെങ്കിലും മനുഷ്യൻ ദുഃഖമൊന്നുമില്ല. മറ്റേ തെറ്റ് വലിയ കലാകാരന്മാർ, വലിയ കലാകാരന്മക്കളെ നോക്കിയിട്ട് പോലുമില്ല. ടോൾസ്റ്റോയും ദസ്തയേവ്സ്കിയും മക്കളെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. കാരണം അവർക്ക് അതിൽ ലഹരി പ്രസ്ഥാനം വേറെയില്ല, അത് നിൽക്കുന്നവർക്കറിയാം. രാജാക്കന്മാരുടെ മക്കൾ രാജാക്കളെ കുത്തിക്കൊണ്ടിട്ട് കാണുന്നുണ്ടല്ലോ ഇവരുടെ ജീവിതകാലം. മുഗൾ ചക്രവർത്തിമാരെ എല്ലാ രാജ്യത്തുള്ള രാജാക്കന്മാരും വലിയ പണം പ്രതാപം ഉണ്ടായിട്ട് സ്വന്തം മക്കള് രാജാക്കന്മാരെ തലവെട്ടിയിട്ട് അവിടെ കയറിയിരിക്കുന്നവർ കാണാണ് കവികളൊക്കെ. അപ്പൊ അവർക്കത് അറിയാം, ഇത് വെറുതെയാണ് എന്നുള്ളത് അറിയാം. ഈ സമ്പത്ത് ഇതൊക്കെ വെറുതെയാണ്, ആ സന്തതികൾ വെറുതെയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ സന്തതി ക്രിയേറ്റിവിറ്റിയുടെ സർഗസൃഷ്ടി എന്ന് പറഞ്ഞ സൃഷ്ടി നിൽക്കും എന്നൊരു ഭയങ്കര ധാരണയുണ്ട്. അത് ശരിയാണ്. ഷേക്സ്പിയർ ഒന്നും മരിച്ചു പോയിട്ടില്ലല്ലോ, ഡാവിഞ്ചി. ഒരു വിഷയം നമുക്ക് കിട്ടുന്ന സമയത്ത് അത് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള ഒരു പ്രധാന കാര്യം. അതിലേക്ക് എങ്ങനെയാണ് ഇപ്പോൾ പ്രളയം പോലൊരു വിഷയം അതെങ്ങനെയാണ് അത് എല്ലാവരും പലതരത്തിലും അവതരിപ്പിക്കാൻ ചെയ്യണം. ഇന്നത് ശരിയെന്ന് ഒരു സംഗതി ഇല്ല. ഏറ്റവും ശരിയായുള്ള രീതിയിലേക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പോകുന്നതല്ലാതെ ഒരു നിലവിളി പോലത്തെ ഒരു പരിപാടിയാണ്. അതെങ്ങനെ ഭംഗിയായിട്ട് നിലവിളിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ആ സമയത്ത് ഭയങ്കര വേദന നീങ്ങുമ്പോൾ നമ്മൾ ആർത്തടിച്ച് കരയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ക്രിയേറ്റിവിറ്റി എന്നെ സംബന്ധിച്ചിട്ടോ. അത് നിലവിളിക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുമോ, അത് ക്യാമറയിൽ പറഞ്ഞ് ആ സമയത്ത് വൃത്തിയിടാവോ ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ആ സമയത്ത് കുട്ടി കരയാണ് ആ സാധനം വെച്ചിട്ട്. നിലവിളിയോടാണ് അതിൻ്റെ ഒരു കണക്ഷൻ. ക്രിയേറ്റിവിറ്റിയുടെ എക്സ്പ്രഷന് നിലവിളിയോടാണ് കണക്ഷൻ. വികാരമൊന്ന് തള്ളിയിട്ട് നമ്മുടെ നിയന്ത്രണം വിട്ട് കുട്ടി കരയുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ പ്രസവിക്കുന്നത് പോലെ. വേറൊരു ഉദാഹരണം കുറച്ചും ആക്യുറേറ്റ് പ്രസവമാണ്. ആ പെയിൻഫുള്ളാണത്. ആ പുറത്തേക്കുള്ള വരവ് ഭയങ്കര പെയിൻഫുൾ. പക്ഷെ പ്രസവിക്കാതിരിക്കുന്ന വൃത്തിയില്ല. പെറ്റാ ചിലപ്പോൾ ചാവും നമുക്കറിയാം, ചിലപ്പോൾ ഇതന്നെ കൊണ്ടേ പോകുമെന്ന് അറിയാം. പക്ഷെ സ്ത്രീക്ക് പെണ്ണിന് പ്രസവിക്കാതിരിക്കാൻ വൃത്തിയില്ല. അങ്ങനെ അതിനകത്ത് നമ്മൾ അതിനെപ്പറ്റിയുള്ള ആലോചനകൾ കൂടുതലില്ല. ആലോചനയല്ല അവിടെ, ബുദ്ധിയല്ല അവിടെ പ്രവർത്തിക്കുന്ന ആ സമയത്ത്. ബുദ്ധിയായിട്ട് തീർച്ചയായിട്ടും ബോധബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ജൈവചോദനയാണ് ആ സമയത്ത് പ്രവർത്തിക്കുന്നത്. ഇത് വെച്ചിട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ടിത് പോകും എന്നൊരു തോന്നലുണ്ട്. ഈ രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരൊക്കെ അവരൊരു ആശയം സമൂഹത്തിലേക്ക് കൺവേ ചെയ്യുക
എഴുത്തുകാരനും ആശയം തന്നെയാണ് സമൂഹത്തിലേക്ക് കണ്ടുകഴിയുന്നത്. അപ്പോൾ ചില രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ സാഹിത്യത്തിലുള്ള ചില കോർട്ടുകൾ എടുത്തുകൊണ്ട് അവരുടെ വഴി കുറച്ച് തുറന്നു കിട്ടാറ്. കാരണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉദ്ധരിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവാറുണ്ട് അവരുടെ ആശയം. അതുപോലെ സാറിന് എഴുതുന്ന കാര്യങ്ങളിൽ ഒക്കെ നമുക്ക് ഏതെങ്കിലും ആൾക്കാർക്ക് അങ്ങനെ ഈ ആശയം ഉദാഹരിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട്. അങ്ങനെ സന്തോഷമൊക്കെ ഉണ്ടാകും. അങ്ങനെ ബോധപൂർവ്വം അങ്ങനെ ഇത് രണ്ട് സാഹിത്യന്മാർ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നമ്മൾ എഴുതുന്നില്ല. പക്ഷെ ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഗോവിന്ദൻ എന്ന് പറയുന്ന ആള് മനുഷ്യനാകുമ്പോൾ അവരുടെ അച്ഛനെ അവസാനം നോക്കുന്നുണ്ട്. ഈ ഗോവിന്ദൻ അച്ഛനെ തല്ലിയിട്ട് നാട് വിട്ട് പണിയൊക്കെ പോകുന്ന ഒരാളാണ് കുട്ടിക്കാലത്ത്. അയാളുടെ പുസ്തകം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടാണ് അച്ഛനെ മകനെ തല്ലിയ വടി മേടിച്ചിട്ട് ഗോവിന്ദൻ തിരിച്ചു തരികയാണ് അച്ഛനെ. കുട്ടിനെ തല്ലിയിട്ട് ബോധം വിട്ട് വീഴുന്നതാണ്. അപ്പോൾ എന്നെ ഒരു 3-5 വർഷം മുമ്പ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നമ്പർ ഞാൻ മാതൃഭൂമിയിൽ വിളിച്ച് കിട്ടിയതാണ്, എനിക്ക് സംസാരിക്കണം, കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സാർ കോഴിക്കോട് ഒന്ന് കാണാൻ പറ്റും, തിരക്കല്ലേ, ഒന്നും സംസാരിക്കാൻ. എന്താ പറയുന്നത്? അപ്പോൾ അയാളുടെ അച്ഛൻ അയാളുടെ അമ്മയും അയാളുടെ 3 കൂടപ്പുറകളും ഉപയോഗിച്ചിട്ട് കുട്ടിക്കാലത്ത് പോയ ആളാണ്. മരിച്ചു പോയിട്ടില്ല. അയാൾ കള്ളക്കുറിച്ച് നടക്കായിരുന്നു. അയാൾ വൈക്കത്ത് ഏഴര പൊന്നാനയുടെ ക്ഷേത്രം വൈക്കത്തല്ലേ, ഏഴര പൊന്നാന ഏറ്റുമാനൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ അയാൾക്ക് ഭിക്ഷക്കാരനായിട്ട് കിടപ്പുണ്ട് എന്നൊക്കെ ഇയാൾ അറിഞ്ഞിരുന്നു. പക്ഷെ അമ്മയെ ഭീകരമായിട്ട് ഉപദ്രവിച്ചിരുന്നു, മക്കളെ കുട്ടിക്കാലത്ത് ഇയാളെ ഉപദ്രവിച്ചിരുന്നു. അങ്ങനെ ഒരു മോശം മനുഷ്യനായത്, ഒരിക്കലും കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു, എവിടെയും എനിക്ക് അറിയില്ലായിരുന്നു. മറ്റേ ഏറ്റുമാനൂർ കണ്ടു എന്നൊരാൾ എന്നോട് ബന്ധു പറഞ്ഞിരുന്നു, നിന്റെ അച്ഛൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ഈ ഗോവിന്ദൻ വയസ്സുകാലത്ത് അച്ഛനെ വന്ന് ശുശ്രൂഷിക്കണമെന്നൊക്കെ വായിച്ചിട്ട് രാത്രി മുഴുവൻ കരഞ്ഞു. ഞാൻ പിറ്റേന്ന് ഏറ്റുമാനൂർ പോയി അമ്പലത്തിന് മുമ്പിൽ എൻ്റെ അച്ഛനെ കണ്ടുപിടിച്ചു. താടി മീശയൊക്കെ വളർന്ന് പ്രാന്തനൊക്കെ കിടക്കാൻ കൊണ്ടുവന്ന് ഷേവ് ചെയ്ത് കുളിപ്പിച്ച് ഇനി ഒരു ഉമ്മറത്തിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഉമ്മറത്തിരുത്തിയിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഇരുന്നു. ഒരിക്കലും ക്ഷമിക്കാതെ ഞാൻ എൻ്റെ കൂടപ്പുള്ള പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചു. അമ്മ വെച്ചു, ഈ അമ്മയെ കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ അതിനൊരു താങ്ക് യു പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അതിൽ ഭയങ്കര ഒരു അവാർഡ് കിട്ടുന്നേക്കാൾ വലിയ കാര്യമാണ്. ഒരു പുസ്തകം വായിച്ചിട്ട് ഒരാൾ അയാളുടെ അച്ഛനോട് ക്ഷമിച്ചു, എവിടെയോ കിടന്നൊരു അച്ഛനെ വിളിച്ചിട്ട് വന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ക്ഷേമിച്ച് ഭക്ഷണം കൊടുത്തിരുത്തിയൊക്കെ കാണിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവമാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഭവങ്ങളും അതാണ്. ഞാനത് അയാളുടെ പേരെന്നോട് പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി അയാളുടെ. പിന്നെ എനിക്ക് ട്രേസ് ചെയ്യാൻ ഞാൻ ഇവിടെ യാതൊരു ബന്ധമില്ല. ഒരു കോള് വന്നാണ് എനിക്ക് 4-5 വർഷം മുമ്പ്. പക്ഷെ അതെന്നെ ഭയങ്കരമായിട്ട് ഇനിയിപ്പോൾ ചത്താലും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. ഞാൻ ചാവുന്നപ്പോൾ അയാൾ അറിയില്ല. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ എഴുത്തോണ്ട് ഒരു പരിപാടി നടന്നു എന്നൊരു സംഗതി എൻ്റെ മനസ്സിൽ തോന്നി. എന്തോ നടന്നു ഇവിടെ, നമ്മുടെ മനസ്സ് ഉണ്ടായൊരു കാര്യം. അതെൻ്റെ കുടുംബത്തിലെ അനുഭവമല്ലേ, ഞാൻ വെറുതെ സങ്കല്പിച്ച് എഴുതിയതാണ്. എൻ്റെ മുത്തച്ഛനോ അമ്മാവനൊന്നും ചെയ്ത പരിപാടിയൊന്നുമില്ല. മനുഷ്യനാവുന്നതിലോ ഒന്നും എൻ്റെ കുടുംബത്തിന് എഴുതിയതല്ല, വെറുതെ സങ്കല്പിച്ച് എഴുതിയതാണ് മുഴുവൻ. പക്ഷെ ആ സങ്കല്പം ഒരാളുടെ ജീവിതത്തിൽ അത് വലിയ കാര്യമൊന്നുമില്ല. അയാളോട്ട് നോക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അത് വലിയ കാര്യമല്ലേ ഇത് വായിച്ചിട്ട് അച്ഛനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ ടൈം എടുത്ത് എഴുതുന്നതാണ്. അപ്പം സാറിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആദ്യം കൊണ്ട്, അതായത് എഴുതിയിട്ട് പിന്നീട് ഒരുപാട് എഡിറ്റിംഗ് നടത്തുമല്ലോ, മനസ്സിൽ കുറേ കലങ്ങളുണ്ട്. എൻ്റെ മനസ്സിൽ 10-20 കഥകളുണ്ട്, നല്ല കഥകളുമാണ്. പക്ഷെ അത് എനിക്ക് മാത്രം പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞ കഥ ഞങ്ങൾ വായിച്ചോന്നറിയില്ല. മഹാത്മാഗാന്ധിയുടെ ഒരു കഥയെ ഞാൻ 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം എഴുതി. നീ ഇവിടേക്കൊക്കെ വായിക്കാൻ കൊള്ളേ. 10 വർഷത്തിന്റെ ഗ്യാപ്പിന് ശേഷം ഞാൻ കഥ എഴുതിയത്. അതിന്റെ ഹെഡിങ് ഞാൻ അമോദി എന്നായിട്ടിരുന്നു ആദ്യം. ആ അമോദി എന്നുള്ള പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഗുജറാത്തിൽ പോയി, സബർമതിയിൽ ആശ്രമത്തിൽ പോയിട്ട് ഫുൾ ധ്യാനം ചെയ്തിരുന്നു. മഹാത്മാഗാന്ധി ആശ്രമത്തിൽ പേരൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടി ഒരു 10-40,000 രൂപ ചെലവാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മോൾപടി ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് പോയി മുറിയൊക്കെ താമസിച്ചു. അത് മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നത്. അതിനാണ് എനിക്ക് പ്രതിഫലം എഴുതിയെടുക്കാൻ പറ്റും. ഞാൻ തന്നെ പത്രാധിപരാകുമ്പോൾ 5 പൈസ പ്രതിഫലം കിട്ടും.
ഭാഷയൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ല. ഓരോരുത്തർ അല്ലാണ്ട് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ധൈര്യം എടുക്കും. ഞാൻ എഴുതിയില്ലെങ്കിൽ ഒരു കഥകളായിട്ട് ഉണ്ടാവില്ല. അപ്പം എനിക്കിങ്ങനെ ഒരു സാധ്യതയുണ്ട്. എനിക്കൊരു അതിനുള്ളൊരു സാവകാശം എനിക്ക് കിട്ടും. മറ്റുള്ളവരൊക്കെ ചെയ്യുന്നു. പദ്ധതി ഇട്ടിട്ടുള്ള കാര്യങ്ങളല്ല, ഭൂമി ചെയ്യുന്ന പോലെയാണ്. അതുപോലെ മാതൃഭൂമി ഉള്ളടക്കത്തെക്കുറിച്ച് എങ്ങനെയാണ് അതിനകത്ത് കണ്ടന്റ് ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്? നമുക്കൊരു ആഴ്ചത്വത്തിനൊരു ലെഗസി ഉള്ളതുകൊണ്ട് അത് മലയാളത്തിലെ ഏറ്റവും മലയാളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ മാഗസിൻ ആയതുകൊണ്ടും അതിന് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ മുഖം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് സംഗീതം, സാഹിത്യം, ശില്പകല, സിനിമ, അത് ക്രിയേറ്റീവായിട്ട് ബന്ധപ്പെട്ടത്. അതേസമയം തന്നെ എനിക്ക് മുമ്പിൽ നിന്ന് അവിടെ അതിനെ കവർ മെസ്സേജ് പ്രത്യേകിച്ച് അതിനെ പൊളിറ്റിക്കൽ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിരുന്നു. കുറേ നല്ല കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഏരിയ മുഴുവൻ കളഞ്ഞു പോകാതെ നോക്കിയിട്ടുണ്ട്. കാരണം അതും കൂടി വേണം. പക്ഷെ അത് മാത്രമല്ല, മറ്റേതിനകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രം നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് പറയുന്നതിനേക്കാൾ ഉള്ളിൽ കൊള്ളും ഒരു സർഗാത്മകമായ ഒന്ന് കൊണ്ടുവരില്ല, ഒരു ചെറിയ സംഗതി കൊണ്ടുവരില്ല. അതായിരിക്കും സമൂഹത്തിൽ കൂടുതൽ ഗുണം ചെയ്യുന്നത്. നമ്മൾ പൊളിറ്റിക്കലുള്ള കുറേ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എല്ലാ ആഴ്ചയും നിറയ്ക്കുന്നതിനേക്കാൾ ഗുണം ചെയ്യുക ഒരു പൊളിറ്റിക്കൽ സെൻസുള്ള ഒരു കഥയോ കവിതയോ വരുന്നതായിരിക്കും. അതായിരിക്കും കൂടുതൽ സമൂഹത്തെ കൂടുതൽ സ്വാധീനിക്കുക. അതുകൊണ്ട് കൾച്ചറൽ എലമെന്റിന് ഒരു 60% കൊടുത്തിട്ട് ബാക്കി 40% ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ആ എലമെന്റ്സ് ചേർക്കാറുണ്ട്. അതെ അതെ അതെ. ശേഷം ഉണ്ടായിട്ടും എന്നുവെച്ചിട്ട് ഞാൻ ഇപ്പോൾ കീർത്തിക് ശശിധരൻ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് ഇംഗ്ലീഷിൽ പങ്ക്തി ചെയ്യിച്ചത്. അതില് ഈ പ്രാവശ്യത്തെ മത്സരത്തിന് ശേഷം ഒരു കുറച്ച് കത്തുകൾ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാദേശിക ഭാഷ ഉള്ള കഥകൾക്കാണ് കൂടുതൽ ഒരു 1ാം സ്ഥാനം ലഭിക്കുന്നതെന്നുള്ള. അപ്പം അതിന്റെ വാക്കുകളൊന്നും സാധാരണ ഇപ്പൊ ആ ഭാഷ മനസ്സിലാകാത്ത ആൾക്കാർക്ക് ഇച്ചിരി ഞാൻ തന്നെ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് സമയം എടുത്താണ് വായിച്ചത്. അപ്പം എനിക്കങ്ങനെ പേഴ്സണലി തോന്നി. അപ്പൊ ഈ അങ്ങനെ പ്രാദേശിക ഭാഷയിലേക്കാണല്ലോ സമ്മാനം 1ാം സ്ഥാനം കിട്ടുന്നത്. ഇപ്പൊ കഴിഞ്ഞ അക്കൽബാരി എന്ന് പറഞ്ഞ കഥ കഴിഞ്ഞ പ്രാവശ്യത്തും അങ്ങനെ ഒരു ഭാഷയുള്ള കഥയായിരുന്നു. അപ്പം അത് ഒരു അതിനെന്താ അതെല്ലാം വരക്കന്നെ. ഇതാണ് നമ്മുടെ ഭാഷ, അതൊക്കെ അവരുടെ ഭാഷ തോന്നുമ്പോഴുള്ള പ്രശ്നം. ഒരു കാലത്ത് സംസ്കൃതം വന്നപ്പോൾ കുറേ ഭാവങ്ങൾക്കെല്ലാം തോന്നിയിട്ടാവില്ലേ, ഇതെന്താ ബ്രാഹ്മണന്മാരുടെയും ഇവരുടെ ഭാഷ എന്താ ഇവിടെ മാത്രം, ഞങ്ങളുടെ ഭാഷയ്ക്കൊന്നും ഇല്ല കാണുന്ന ഈ ഒരു അക്ഷരവുമെന്ന് നമ്മുടെ വലിയ പഴയ കാലത്തൊരു വലിയ സാമൂഹിക നേതാവ് കരഞ്ഞു. എൻ്റെ ജാതിയുടെ, എൻ്റെ വംശത്തിൻ്റെ ഒരു അക്ഷരവും ഇതിനകത്ത് കാണുന്നില്ല. സംസ്കൃതത്തിലെ കവിതകൾ വായിച്ചപ്പോൾ ഒരുപാട് കാലം ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ലേ, ഈ സംസ്കൃതം ഞങ്ങൾക്ക് അറിയാത്ത ഭാഷയിൽ ഇവിടെ എഴുതിയിട്ട് ഇതാണ് സാഹിത്യം ഞങ്ങളെന്ത് ചെയ്യും എന്ന് വിഷമിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് പേര്. സംസ്കൃതം വളരെ ചെറിയൊരു ഗ്രൂപ്പിൻ്റെ ആയിരുന്നു കേരളത്തിൽ. എന്നിട്ട് അതാണ് ഏറ്റവും കേമവും നമ്മൾ എത്തിയില്ലേ കുറേ കാലം. ഇനി കുറച്ച് പ്രാദേശിക ഭാഷകളൊക്കെ വരട്ടെ, പാവപ്പെട്ട ഭാഷ വരട്ടെ, ആരും സംസാരിക്കാത്ത ഭാഷയ്ക്ക് വരട്ടെ, എന്നിട്ട് ഇവന്മാർ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കട്ടെ, കിണഞ്ഞിരുന്ന് പഠിച്ച് മനസ്സിലാക്കി വായിക്കട്ടെ വേണ്ടേ.